നമസ്കാരം പ്രിയമുള്ളവരെ, നമ്മൾ പലാരൂപതയുടെ ഇവാഞ്ചലൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കുന്ന അനുഗ്രഹം എന്ന ആത്മീയ ശുശ്രൂഷയിലാണ് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് രൂപതയ്ക്കുള്ളിൽ കുടുംബങ്ങളിൽ നടപ്പാക്കേണ്ട വിവിധങ്ങളായ ശുശ്രൂഷകളെക്കുറിച്ചുള്ള ചിന്തകളും ചർച്ചകളും കർമ്മ പദ്ധതികളുമൊക്കെ ആവിഷ്കരിക്കുക എന്നതാണ് ഈ സെഷനുകളുടെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ലക്ഷ്യം. ഇന്ന് നമ്മൾ ചിന്തിച്ച് കടന്നു പോകുന്നത് സമൂഹത്തിൻ്റെ ഇൻ്റഗ്രിറ്റി വർദ്ധിപ്പിക്കുന്നതിന് ഏതെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്, ഏതെല്ലാം മേഖലകളിലാണ് ജാഗ്രത ഉണ്ടാവേണ്ടത് എന്നുള്ള ചിന്തയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്ന ഒരു കാര്യം, എന്ന കഴിഞ്ഞ എപ്പിസോഡിൽ മുൻകാലങ്ങളിൽ കേരളത്തിലും ഭാരതത്തിലുമൊക്കെ ക്രിസ്തീയ സമൂഹത്തിന് സമുദായത്തിന് നൽകാൻ കഴിഞ്ഞിട്ടുള്ള വിവിധങ്ങളായ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. എന്നാൽ ഇന്ന് പല മേഖലകളിലും ഈ ക്രിസ്തീയ സമൂഹം പിന്നോക്കം പോയിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയും ആതുര ശുശ്രൂഷ മേഖലയും ഒഴിച്ചാൽ മറ്റു പല മേഖലകളിൽ നിന്നും ക്രിസ്തീയ സമൂഹം പിന്നോട്ട് പോയിരിക്കുന്നു. അതിന് കാരണങ്ങൾ എന്ത്, അതെങ്ങനെ അതിനെ പരിഹരിക്കാം എന്നുള്ള ചിന്തകളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ചിന്തിച്ചാൽ, ഈ സമൂഹത്തിന് സംഭവിച്ചിരിക്കുന്ന ക്രമാതീതമായ ജനസംഖ്യയിലെ കുറവാണ്. പല കാരണങ്ങളുണ്ട്. വിദേശത്തേക്കുള്ള ക്രമാതീതമായ മൈഗ്രേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ പിന്നിലുണ്ട്. ഏതായാലും എണ്ണക്കുറവ് എന്ന് പറയുന്നത്, ജനസംഖ്യയിലുള്ള കുറവ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ ശക്തിയെ വളരെ ഗൗരവമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. ആ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് എത്രമാത്രം ഗൗരവമുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം എടുത്താൽ അത് വളരെ സങ്കടകരമായ ഒരു ഗ്രാഫാണ് നമുക്ക് സമ്മാനിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. രൂപതയ്ക്കുള്ളിലാണെങ്കിൽ പോലും 65,000-ഓളം കുടുംബങ്ങൾ ഉണ്ട്. എങ്കിലും കുഞ്ഞുങ്ങളുടെ എണ്ണം നോക്കിയാൽ ഏതാണ്ട് 30,000-ഓളം വരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിന് അര കുഞ്ഞ് എന്നുള്ള ഒരു അനുപാതമാണ് ഇതിനകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് വളരെ സങ്കടകരമായ ഒരു ഗ്രാഫാണ്. എന്ന് വെച്ചാൽ ഒരു കുഞ്ഞിൻ്റെ എണ്ണം വെക്കണമെങ്കിൽ 2 കുടുംബങ്ങൾ കൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി ഒരു വിവാഹം എന്ന് നമ്മൾ പറയണമെങ്കിൽ 4 കുടുംബങ്ങൾ സ്പെയർ ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്തീയ സമൂഹത്തിൽ ഇന്ന് സംഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തം ഈ കുഞ്ഞുങ്ങളുടെ എണ്ണത്തിലുള്ള ക്രമാതീതമായ കുറവാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 27-ാം തിരുവചനത്തിൽ ദൈവമായ കർത്താവ് ആദത്തോട് ഹവ്വയോടും പറയുന്നത് ഇങ്ങനെയാണ്: സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. പെരുകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിലവിലുള്ളതിനേക്കാൾ സംഖ്യ വർദ്ധിക്കണമെന്നാണല്ലോ. പെരുകുന്നത് അങ്ങനെയാണല്ലോ. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കണം എന്ന് ദൈവം ആദ്യത്തെ മനുഷ്യനോട് ആവശ്യപ്പെട്ടതാണ്. അപ്പം അത് ഈ വിശാലമായ ഈ പ്രകൃതിയെ സൃഷ്ടിച്ച ദൈവം ഇവിടെ ജനിക്കുന്ന എല്ലാ മനുഷ്യർക്കുമുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ളതാണ്. ആ തിരിച്ചറിവിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാനായിട്ട് ക്രിസ്തീയ കുടുംബങ്ങൾ തയ്യാറാവുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. എന്നോ ഒരു കാലത്ത് ഈ കുടുംബാസൂത്രണം ചെയ്യണമെന്നുള്ള ഒരു ചർച്ച ഭാരതത്തിൽ ഉണർന്നു വന്നപ്പോൾ അതിനെ 2 കൈ നീട്ടി സ്വീകരിച്ചവർ ക്രിസ്ത്യാനികളായ ഒരു റെസ്പോൺസിബിൾ പേരൻ്റ്ഹുഡിന് അപ്പുറത്തേക്കുള്ള സംഖ്യ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കണമെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുക. എന്നാൽ തങ്ങൾക്ക് ആവുന്ന വിധത്തിൽ, തങ്ങൾക്ക് വളർത്താവുന്ന വിധത്തിലുള്ള ഒരു നമ്പർ മാത്രം കുഞ്ഞുങ്ങളെയെങ്കിലും ജനിപ്പിക്കാൻ ഈ സമൂഹം മെനക്കെടേണ്ടതാണ്, ആഗ്രഹിക്കേണ്ടതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഞാൻ ഒരു കണക്ക് പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഒരു തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ എണ്ണം 4-1 കുറയുന്നു എന്നുള്ള അപകടകരമായ ഒരു കണക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം ഒരു അനുഗ്രഹവും എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സമൂഹം ശക്തിപ്പെടണമെന്നുണ്ടെങ്കിൽ കുടുംബങ്ങളിൽ ഇനി കുഞ്ഞുങ്ങൾ ജനിക്കേണ്ടതുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിലാണ്, ഒരു മത്സര ബുദ്ധിയുള്ള ഒരു ലോകത്തിലാണ്. ശക്തൻ അശക്തനെ കീഴടക്കുന്ന ഒരു സംസ്കാരത്തിലാണ്. അത് എല്ലാ കാലത്തും ഉള്ളതാണ്. ഇന്ന് മാത്രമല്ല, ഈ കാലഘട്ടം മാത്രമല്ല, എല്ലാ കാലഘട്ടങ്ങളിലും ഉള്ളതാണ്. അപ്പോൾ ക്രമാതീതമായി നമ്മളുടെ അംഗസംഖ്യ കുറഞ്ഞു പോയാൽ നമ്മൾ കീഴടക്കുന്നതിന് പകരം കീഴടങ്ങിപ്പോകുന്നവരായിട്ട് മാറുമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. കാര്യത്തിലൊരു ജാഗ്രത. മറ്റാരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല സംസാരിക്കുന്നത്. ഇവിടെ ക്രിസ്തീയ കുടുംബങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനുള്ള അവരുടെ ഉത്തരവാദിത്വത്തെ മറന്നു കളയരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് ഈ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട്
നൽകാനുള്ളത്. അതിന് കഴിയട്ടെ. ഈ സമൂഹം ഈ ഒരു കാര്യത്തിൽ വളരെ ജാഗ്രത വെച്ച് പുലർത്തണമെന്നുള്ള ഓർമ്മപ്പെടുത്തലോടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നമുക്ക് വീണ്ടും മറ്റു വിഷയങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.